അനുപേട്ട മീര മീര എന്ത് പറ്റിയടാ നിനക്ക്? ആകെ അങ്ങ് വല്ലാതായി പോയല്ലോ. അച്ഛൻ എവിടെ അമ്മേ? ഇതിനകത്ത് എങ്ങനൊരവസ്ഥ നിന്നെ വന്ന് കാണാൻ അച്ഛനാവില്ലടാ. ഏയ് ഉടനെ തന്നെ ഞാൻ എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങും. ഞാൻ ജാമ്യത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിശ്വസിച്ചിരുന്നാലേ നിങ്ങളുടെ ശവം മാത്രമേ ഞങ്ങൾക്ക് കിട്ടൂ. മീര, ഇനി അവരെ വിശ്വസിക്കൂല. നീ എന്തൊക്കെയാ മീരി പറയുന്നത്? അവര് നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാനൊന്നും അല്ല പോകുന്നത്, നിങ്ങളെ കൊലയ്ക്ക് കൊടുക്കാനാ. ആ ചെങ്കൽ മധുവിന് നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുകൊടുക്കാന്ന് സച്ചി വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ തന്നെ പറ, ഞാൻ അവരെ വിശ്വസിക്കണോ? അനുപേട്ടനെ ജാമ്യത്തിൽ ഇറക്കാൻ വേറെ എന്തെങ്കിലും മാർഗം നോക്കിയേ പറ്റൂ. ഞാൻ തന്നെ പോയി ഒരു വക്കീലിനെ കണ്ട് ഏർപ്പാട് ചെയ്യാം. മോനെ, സച്ചി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാ. പക്ഷെ അത് നിന്നെ ആ ഗുണ്ടയ്ക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയല്ല. അർച്ചനയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ആ ഗുണ്ടകൾ നിന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ പിന്നെ ആ സമയത്ത് അവൻ വേറെ എന്ത് ചെയ്യാനാ? അവരെ രക്ഷിക്കാൻ വേണ്ടി അവനങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിന്നെ അവൻ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതറിഞ്ഞപ്പോ ഉള്ള സങ്കടം കൊണ്ടാ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഗർഭിണിയായ ഒരു പെണ്ണ് ഒരു കൈക്കുഞ്ഞുമായിട്ട് ആ ഗുണ്ടകളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആരായാലും ഒന്ന് പതറിപ്പോകും. അത് മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ നിന്നെ ഒരിക്കലും അവൻ ഗുണ്ടകൾക്ക് കൊണ്ട് കൊടുക്കത്തില്ല. ഇനി അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്തായാലും നമ്മുടെ കുടുംബത്തിലും നെല്ലിശ്ശേരി കുടുംബത്തിലും ആകെ ഒരു ദോഷകാലവാ. ഇതാണ് യോഗോഗി. പിന്നെ എന്താ ചെയ്യ?